ദിവസങ്ങൾക്ക് ശേഷം ആരോപണങ്ങളുടെ കെട്ടഴിച്ച് പി.സി. ജോർജ് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത്തവണ എൻ.ഡി.എക്കെതിരെയാണ് ആരോപണം. എൻ.ഡി.എയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണവുമായാണ് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് എത്തിയിരിക്കുന്നത്. എൻ.ഡി.എയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ബി.ഡി.ജെ.എസുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് ജോർജിന്റെ ഈ പ്രതികരണം. സീറ്റ് വാഗ്ദാനം ലഭിച്ച നേതാവ് ജീവനും കൊണ്ട് ഓടിയെന്നും എന്നാൽ സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ച ഘടകകക്ഷിയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ഘടകകക്ഷികളും അങ്ങനെയല്ല എന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർത്തു. ബി.ഡി.ജെ.എസ് ബി.ജെ.പിയോട് ഒട്ടി നിൽക്കുന്ന പാർട്ടിയാണ് എന്നും എന്നാൽ താൻ ബി.ജെ.പിയാണ് എന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. ബി.ഡി.ജെ.എസിന് നൽകിയ ഇടുക്കി, കോട്ടയം സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. 2 സീറ്റുകളിൽ മാത്രമാണ് ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നേരത്തെ പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട നേതാവായിരുന്നു പി.സി. ജോർജ്. എന്നാൽ അനിൽ ആന്റണിയെയാണ് ബി.ജെ.പി. ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് എസ്.എൻ.ഡി.പി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ മകനും ബി.ഡി.ജെ.എസ് നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് എന്ന് പി.സി. ജോർജ് തുറന്നടിച്ചിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയും പി.സി. ജോർജിനെ പരിഹസിച്ച വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വരികയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പി.സി. ജോർജിന്റെ ഈ ആരോപണം. അതേസമയം പ്രകാശ് ജാവ്ദേക്കറിന്റെ പൂഞ്ഞാർ സന്ദർശനത്തിൽ സംസ്ഥാന രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയായി എന്ന് ജോർജ് പറഞ്ഞു. ബി.ജെ.പിയുടെ നില എങ്ങനെ ഭദ്രമാക്കി കൊണ്ടുപോകാനാകുമെന്ന് ആലോചിച്ചെന്നും താൻ യഥാർത്ഥ ചിത്രം അദ്ദേഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് എന്നും ജോർജ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി നിർദ്ദേശപ്രകാരം മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ചുവെന്നും പി.സി. പറഞ്ഞു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനു വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ചയെന്നും അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ജയിക്കുക എന്നത് എല്ലാ മതവിഭാഗങ്ങളുടെയും ആവശ്യമാണെന്നും പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം കഴിഞ്ഞ ജനുവരിയിലാണ് ജനപക്ഷം സെക്യുലർ നേതാവും 7 വട്ടം എം.എൽ.എയുമായ പി.സി. ജോർജ് ബി.ജെ.പിയിൽ ചേർന്നത്. ഇതോടെ കേരള ജനപക്ഷം സെക്യുലർ പാർട്ടി ബി.ജെ.പിയിൽ ലയിക്കുകയായിരുന്നു. ബി.ജെ.പിയിലെത്തിയ പിന്നാലെ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും കേരളത്തിൽ ഒരേ മനസ്സാണെന്ന് പറഞ്ഞ പി.സി. രാഷ്ട്രീയ കച്ചവടമാണ് ഇവിടെ നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. ലോകത്തെ നമ്പർ 1 നേതാവായി മോദി മാറിയെന്ന് കേരളത്തിലെ ജനം അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ പോലും അവഹേളിക്കുന്നത് ശരിയല്ലെന്ന ബോധ്യം നിഷ്പക്ഷമായി കേരളത്തിലെ എല്ലാവർക്കുമുണ്ടെന്നും ഗവർണറെ പോലും ആക്രമിക്കാൻ നീക്കം നടക്കുന്നെന്നും പി.സി. ജോർജ് കുറ്റപ്പെടുത്തിയിരുന്നു.